അത്തരം തേനീച്ചകൾ കരടികളെ ആകർഷിക്കുമെന്ന് പറയപ്പെടുന്നുണ്ട്. അതുകൊണ്ട് കരടികളില്ലാത്ത സ്ഥലത്ത് മാത്രമേ ഇതിനെ വളർത്താൻ പറ്റൂ എന്നുള്ള പ്രശ്നവുമുണ്ട്. അന്തരീക്ഷത്തിൽ ചൂട് വർദ്ധിച്ചു വരുമ്പോൾ വന്യജീവികൾ നാട്ടിലേക്കിറങ്ങി മനുഷ്യരെ ആക്രമിക്കുകയും കൃഷി നശിപ്പിക്കുകയും ചെയ്യുന്ന സംഭവങ്ങൾ ഉണ്ടാവുകയാണ്. ഇത് അതീവ ഗൗരവത്തോടെയാണ് സംസ്ഥാന സർക്കാർ കാണുന്നത്. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിൻ്റെ ഭാഗമായുള്ള മാർഗനിർദ്ദേശങ്ങൾ കഴിഞ്ഞ ദിവസം പുറപ്പെടുവിച്ചിരുന്നു. ഇക്കാര്യത്തിൽ സർക്കാർ കൈക്കൊണ്ട നടപടികൾ ഇന്ന് ചേർന്ന ഉന്നതതല യോഗം അവലോകനം ചെയ്തു. വനംവകുപ്പ് ആസ്ഥാനത്ത് 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന സംസ്ഥാനതല കൺട്രോൾ റൂം തുറന്നിട്ടുണ്ട്. ഉദ്യോഗസ്ഥരെ നിയോഗിച്ചു. 36 വനം ഡിവിഷനുകളിൽ എമർജൻസി ഓപ്പറേഷൻ സെൻറ്റർ തുടങ്ങാനുള്ള നടപടി പുരോഗമിക്കുകയാണ്. വന്യജീവി ആക്രമണ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുന്നതിനായി സർക്കിൾ, ഡിവിഷൻ തലത്തിൽ വാട്സാപ്പ് ഗ്രൂപ്പുകൾ രൂപീകരിച്ചു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കീഴിൽ പഞ്ചായത്ത് തലത്തിൽ വാട്സപ്പ് ഗ്രൂപ്പുകൾ രൂപീകരിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ്. RRTകളിലും മനുഷ്യ വന്യജീവി സംഘർഷം നിലനിൽക്കുന്ന പ്രദേശങ്ങളിലുമായി 900ഓളം താൽക്കാലിക വാച്ചർമാരുടെ സേവനം ആവശ്യാനുസരണം വിനിയോഗിച്ചു വരുന്നുണ്ട്. വയനാട് മേഖലയിലെ 66 തോട്ടങ്ങളിൽ പഞ്ചായത്ത് അധികൃതരുടെ സഹായത്തോടെ അടിക്കാടുകൾ നീക്കം ചെയ്യുന്നതിനുള്ള നടപടി സ്വീകരിച്ചു വരികയാണ്. മൂന്നാർ മേഖലയിലെ തോട്ടം ഉടമകളുടെയും തോട്ടം മാനേജർമാരുടെയും യോഗം വനം, റവന്യൂ, പോലീസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ നടത്തി. നിലവിൽ ലഭ്യമായ ജീവനക്കാരെ പുനർവിന്യസിച്ച് 28 RRTകൾ പ്രവർത്തിച്ചു വരുന്നുണ്ട്. 64 പമ്പ് ആക്ഷൻ തോക്കുകൾ, 2 ട്രാങ്കുലൈസർ തോക്കുകൾ, 4 ഡ്രോണുകൾ എന്നിവ വാങ്ങുന്നതിന് നടപടിയായിട്ടുണ്ട്. പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ 264 ജനജാഗ്രതാ സമിതികൾ നിലവിലുണ്ട്. ഇവയെ ശക്തിപ്പെടുത്തി പ്രവർത്തന സജ്ജമാക്കുന്നതാണ്. വന്യജീവി സംഘർഷ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ വനത്തിനുള്ളിൽ മൃഗങ്ങൾക്ക് ആവശ്യമായ തോതിൽ വെള്ളത്തിൻ്റെ ലഭ്യത ഉറപ്പുവരുത്താൻ നടപടിയെടുക്കുന്നുണ്ട്. വയനാട് വനമേഖലയിൽ 341, ഇടുക്കിയിൽ 249 കുളങ്ങൾ പരിപാലിച്ചു വരുന്നു. കുളങ്ങൾ, ചെക്ക് ഡാമുകൾ ഇവ പുതുതായി നിർമ്മിക്കുന്നതിന് CSR ഫണ്ടിൽ നിന്ന് തുക ലഭ്യമാക്കാനുള്ള നടപടിയെടുക്കുന്നുണ്ട്. വാട്ടർ ടാങ്കുകൾ നിർമ്മിക്കാനും ആലോചിക്കുന്നുണ്ട്. വന്യജീവി ആക്രമണത്തിന് ഇരയായവർക്ക് നഷ്ടപരിഹാരമായി നൽകാനുള്ള 13,70,00,000 രൂപയിൽ 6,45,00,000 രൂപ ഇതുവരെ വിതരണം ചെയ്തിട്ടുണ്ട്. ശേഷിക്കുന്ന 7,26,00,000 രൂപ വിതരണം ചെയ്യുന്നതിനുള്ള നടപടി പുരോഗമിച്ചു വരികയാണ്. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾക്കായി കിഫ്ബി മുഖാന്തരം അനുവദിച്ചിട്ടുള്ള 100 കോടി രൂപയ്ക്ക് പുറമെ കിഫ്ബി മുഖേന തന്നെ 110 കോടി രൂപ കൂടി അനുവദിക്കുന്നതിനുള്ള കരട് പ്രപ്പോസൽ തയ്യാറാക്കിയിട്ടുണ്ട്. ദീർഘകാല, ഹ്രസ്വകാല പദ്ധതികൾക്കുള്ള നിർദ്ദേശങ്ങൾ സമർപ്പിക്കാൻ അന്തർദേശീയ, ദേശീയ വിദഗ്ധരെ ഉൾപ്പെടുത്തി സമിതി രൂപീകരിക്കുന്നതിനുള്ള പ്രപ്പോസൽ ഒരാഴ്ചക്കകം ലഭ്യമാകും. കേരള, കർണാടക, തമിഴ്നാട് സംസ്ഥാനങ്ങളിലെ ഉന്നത ഉദ്യോഗസ്ഥർ ഉൾപ്പെട്ട ഇൻ്റർ സ്റ്റേറ്റ് കോർഡിനേഷൻ കമ്മിറ്റി യോഗങ്ങൾ ഫെബ്രുവരി 13-നും
28-നും ചേർന്നിട്ടുണ്ട്. ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ തല മീറ്റിംഗ് ഫെബ്രുവരി 14-നും മന്ത്രിതല യോഗം മാർച്ച് 10-നും ബന്ദിപ്പൂരിൽ വെച്ച് ചേർന്നു. ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി ഒരു സെമിനാർ പോലുള്ളൊരു യോഗം അന്താരാഷ്ട്ര വിദഗ്ധരെ കൂടി പങ്കെടുപ്പിച്ചുകൊണ്ട് ഏപ്രിലിൽ സംഘടിപ്പിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. വനം വകുപ്പിൽ വൈൽഡ് ലൈഫ് വെറ്ററിനറി വിഭാഗം ശക്തിപ്പെടുത്തും. അധിനിവേശ സസ്യങ്ങൾ ഒഴിവാക്കാനുള്ള നടപടി കൈക്കൊള്ളും. ആനയെ അകറ്റുന്ന പ്രത്യേകതരം തേനീച്ചയെ അനുയോജ്യമായ മേഖലകൾ കണ്ടെത്തി വളർത്താനും ഇന്ന് ചേർന്ന യോഗം തീരുമാനിച്ചു. അത്തരം തേനീച്ചകൾ കരടികളെ ആകർഷിക്കുമെന്ന് പറയപ്പെടുന്നുണ്ട്. അതുകൊണ്ട് കരടികളില്ലാത്ത സ്ഥലത്ത് മാത്രമേ ഇതിനെ വളർത്താൻ പറ്റൂ എന്നുള്ള പ്രശ്നവുമുണ്ട്.